ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. 2025 2025 വന്ന ഏറ്റവും വലിയൊരു ചേഞ്ചിനെ കുറിച്ച് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. 2024 ഡിസംബർ വരെ ഉണ്ടായിരുന്ന സാലറി കൂടി. അത് എത്ര സ്ലോട്ടിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ലോട്ടിക്കാണ് കൂടിയിരിക്കുന്നത്. ഡിസംബർ വരെ 28.1 ആയിരുന്നു. ഇനി ജാനുവരിയിൽ എത്തിയപ്പോൾ അത് 30ലേക്ക് എത്തി, 30.1 പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പാർട്ട് ടൈം ജോലിക്ക് അത്ര കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇപ്പോഴും 20 സ്ലോട്ടിക്കും അതേപോലെ 20 താഴെ സ്ലോട്ടിക്ക് ജോലി ചെയ്യുന്ന കൂട്ടുകാർ എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ സാലറി കൂടി എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് 30 ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂട്ടുകാരന് ഇപ്പോഴും 16 കിട്ടും. എൻ്റെ കൂട്ടുകാർക്ക് ഇപ്പോഴും 16 കിട്ടുന്നവർ ഇപ്പോഴും ലിസ്റ്റിലുണ്ട്. അവർ കൂട്ടുകാരുടെ കാര്യം പോയി ചോദിച്ചപ്പോൾ വേണമെങ്കിൽ നിർത്തിയിട്ട് പൊക്കോളാനാണ് അവരോട് അവരുടെ മുതലാളിമാർ പറഞ്ഞത്. സോ സാലറി കൂടിയിട്ടുണ്ട്, പക്ഷേ അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ ചോദ്യം തന്നെയാണ്. കിട്ടിയിട്ടില്ല. അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, പക്ഷേ അവരാണ് തീരുമാനിക്കേണ്ടത് കൂട്ടി തരണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ അത് ഇട്ടിട്ട് പൊക്കൂടെ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാതിരിക്കാം. പക്ഷേ ഒരു ജോലി പോയി കഴിഞ്ഞാൽ അടുത്ത ജോലി കിട്ടാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലൊരു ജോലി ഉള്ളപ്പോൾ അത് കളഞ്ഞു കുടിക്കുന്നതിന് മുന്നേ അടുത്ത ജോലി ശരിയാക്കിയിട്ടേ കളയാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം വിൻ്റർ സീസണിൽ പുതിയ ജോലി കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കേസാണ്. അപ്പോൾ ഈ സാലറി കൂടിയതിൻ്റെ കൂടെ തന്നെ സാധനങ്ങളുടെ റേറ്റ് ഇച്ചിരീശ കൂടിയിട്ടുണ്ട്. ഇച്ചിരീശ അറുപടായിട്ട് കൂടിയിട്ടില്ല, ചെറിയൊരു രീതിയിൽ ഇച്ചിരി കൂടിയിട്ടുണ്ട്. അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ 30.1 ഏതൊരു വെയർ ഹൗസിൽ നിങ്ങൾ ജോലി കയറിയാലും സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് 30.1 കിട്ടും. ഇപ്പം നിങ്ങൾ ജോലിക്ക് മാത്രം വരുന്നവരാണെങ്കിൽ 30.1 ഗ്രോസ് കിട്ടും. പിന്നെ അതിൽ നിന്ന് ടാക്സും ബാക്കി പിടുത്തങ്ങളൊക്കെ പിടിച്ചൊരു എമൗണ്ട് കിട്ടും. എത്രയെന്ന് കൃത്യം ഞാൻ തപ്പണ്ട് വരും, ഞാൻ റൗണ്ട് ഫിഗർ പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം 2025 സാലറി കൂടിയേക്കുന്ന കേസ്. അതേപോലെ വേറെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു 2-3 മാസം കൂടുമ്പോൾ ഓരോരോ പുതിയ വിസ കാറ്റഗറി സംഭവങ്ങളും വരും. അപ്പോൾ നല്ലതാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് കയറി വരാൻ പറ്റും. ശരിയാണ്, ഐ എഗ്രി ദാറ്റ്. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കയറി വരുന്നതിനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലായിടത്തും ഷെയർ ചെയ്യുന്നത്. കയറി വരുന്നത് പോലെ തന്നെ ആൾക്കാർ തിരിച്ചും കയറി പോകുന്നുണ്ട്. ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നതാണ് വൊക്കേഷണൽ ട്രെയിനിങ്. ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ സംഭവം കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതുവഴി കയറി വന്ന് ജോലി കിട്ടിയവരുണ്ട്, അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ മുഞ്ചിത്തേക്ക് തിരിച്ച് പോയവരുണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സൈഡ് എഫക്റ്റ് ഒരു ഏജൻസിയും ഒരിക്കലും പോർട്രേ ചെയ്ത് കാണിക്കില്ല. അവരുടെ ഒരു ഏജൻസിയുടെ ഒരു എൻവലപ്പിൽ ഒന്നിലും കാണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ റിസ്കിലേക്ക് കാലെടുത്ത് വയ്ക്കുക. റിസ്ക് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല. റിസ്ക് ഇല്ല, 100% ഗ്യാരണ്ടീഡ് ആണ്. വിസ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയും ഒരു ഏജൻസിക്കാരുടെയും. ആരും ഒരു എംബസിയിലും പണിയെടുക്കണില്ല. അവർ അവരുടെ ഫ്രണ്ടാണോ ജോലിയുണ്ട് ഇവിടെ ചെയ്യണമെന്നൊക്കെ പറയും. പക്ഷേ റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ വിസ കാറ്റഗറികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളാണ് കാശ് ഇറക്കുന്നത്, നിങ്ങളുടെയാണ് ക്യാഷ്. പിന്നെ ഇവിടെ ഉള്ളൊരു രഹസ്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു ഏജൻസി ഒരു കമ്പനിയിലേക്ക് ആളെ വേണ്ടപ്പോഴാണ് അവർ അഡ്വർടൈസ് ചെയ്യണത്. അപ്പോൾ ഒരു ഏജൻസി എംപ്ലോയീസിനെ കൊടുക്കുമ്പോൾ ഏജൻസി ഓൾറെഡി കമ്പനി വഴി കുറച്ച് ചിക്കിളി തടയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പ്ലസ് നിങ്ങൾക്കും ആവശ്യം ജോലി എന്ന രീതിയിൽ നിങ്ങളുടെ നിന്നും കാശ് മേടിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നാട്ടിൽ നിന്നും ഒരു ഏജൻസിനെ ചൂസ് ചെയ്യാൻ പരമാവധി റേറ്റ് ഓറിയിൽ നോക്കി കണ്ടുപിടിക്കാൻ നോക്കുക. കാരണം നിങ്ങൾ കാശ് കുറച്ച് കൊടുത്താലും ഇവിടെ നിങ്ങളെ കൊടുക്കുന്ന ഏജൻസിക്ക് ഈ പറയുന്ന കമ്പനിയിൽ നിന്നും കാശ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നൂലാമാലകളൊക്കെ ഇടയിൽ കുറേ ഉണ്ട്. ഞാനത് പറയാൻ തുടങ്ങിയ അവസാനം എൻ്റെ തന്നെ പണി, എനിക്ക് തന്നെ പണിയാവും. ഞാൻ ആർഭാടായിട്ട് ഇത് പറയുന്നില്ല. പക്ഷേ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇടയ്ക്കിടയ്ക്ക് പുതിയ വിസ കാറ്റഗറിയിൽ ഒന്നുകൊണ്ട് കാറ്റഗറി സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആദ്യം കുറച്ച് തള്ളിക്കയറ്റം പോലെ കുറച്ച് ആൾക്കാർക്ക് കയറാൻ പറ്റും. അത് ഓൾറെഡി കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് വരുന്നവർക്ക്, അത് കഴിഞ്ഞ് പിന്നീട് വരുന്നവർക്ക് പണി കിട്ടാൻ നല്ല സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കേസ്. ഇത്രയാണ് എനിക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച്. കാരണം ഓരോ വിസ കാറ്റഗറി വരുമ്പോൾ എനിക്ക് വരുന്ന മെസ്സേജുകൾ വളരെ അധികമാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇൻഫ്ലുവൻസേഴ്സ് നല്ലതാണ്. കാരണം പല കാര്യങ്ങളും പലയിടത്തും നടക്കുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സാണ്. അത് വിദേശത്തെ ഏത് രാജ്യത്താലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പോളണ്ടിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ലോഡ് ഡാഷ് മക്കൾ നല്ലവരായ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനും ഒരു ഇൻഫ്ലുവൻസറാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് വീഡിയോസ് എടുത്ത ഒരാളാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ഏജൻസിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഫൈനാൻഷ്യലി ഗുണം ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാൻ പോകാറില്ല. ഇതേവരെ ചെയ്തിട്ടില്ല. ഇനി ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത ഞാൻ കുറവാണ് കാണുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ടിലേക്ക് കയറി വരാൻ ഇൻ റിയാലിറ്റി ബുദ്ധിമുട്ടാണ്. അത് പറയാതെ പോളണ്ടിലേക്ക് കയറി വരാൻ എളുപ്പമാണ്. ബാക്കി ഏത് സ്ഥലത്തിനേക്കാൾ പോളണ്ടിലേക്ക് കയറി വരാൻ എളുപ്പമാണെന്നൊക്കെ പറയുന്നത് ശുദ്ധ ചെറ്റത്തരമാണ്. പിന്നെ അത് നിങ്ങൾക്ക് എത്ര വേഗം ചെയ്തുതരാം. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും, നിങ്ങൾക്ക് ഏജൻസിയുടെ ഡീറ്റെയിൽസ് തരാം, ഏജൻസി നിങ്ങൾ ഇത്ര മാസത്തിനുള്ളിൽ കയറ്റിവിടും. നടപടി അവർ ഇപ്പോഴും വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ട്. അതും ഒരു ഏജൻസി വഴിയല്ല, പല ഏജൻസി വഴി തപ്പി ഒരു ഏജൻസിനെ ചൂസ് ചെയ്ത് അവർ വഴി കയറാൻ നോക്കിയിട്ട് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നാട്ടിലുണ്ട്. അവർ വൊക്കേഷനും നോക്കുന്നുണ്ട്, മറ്റേ നോക്കുന്നുണ്ട്, മറിച്ചും നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏജൻസിക്കാർ പറയുന്നതോ ചില ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതോ വെള്ളം തൊടാതെ വിശ്വസിക്കാതിരിക്കുക. അത് ഞാൻ ഇടയ്ക്ക് വന്നിരുന്ന് പറയുന്ന കാര്യമാണ്.
ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയണു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും കാശ് പോകുന്നതായി ഞാൻ കേൾക്കുന്നു, പലരും മെസ്സേജ് ചോദിക്കുന്നു, എന്നോട് പറയാൻ പറയുന്നത്. പക്ഷേ ഞാനൊരു ഏജൻസീനെ പേരെടുത്ത് പറഞ്ഞ് അങ്ങോട്ട് നാറ്റിച്ചാൽ ഒരു വർഷം വന്ന് ഇനി ഒറ്റയ്ക്കിരുന്ന് കൊടുക്കേണ്ടി വരും. എനിക്ക് ആവശ്യത്തിന് കൂടുതൽ വർഷമുള്ളതിൻ്റെ പേരിലും പഠിത്തം നല്ല രീതിയിൽ നോക്കണം എന്നുള്ളത് കൊണ്ടും എനിക്ക് ഈ പറയുന്ന പരിപാടിക്ക് പോകാൻ വയ്യ. പക്ഷേ ഇലയ്ക്ക് മുള്ളിന് കേടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. പിന്നെ നിങ്ങളുടെ കാശ് കളയണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. ഞാൻ ആരെയും നിർബന്ധിക്കില്ല കളയാതിരിക്കാൻ. നിങ്ങളുടെ കാശാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാം. പക്ഷേ എപ്പോഴും ഒന്ന് ചിന്തിക്കുക, ഇത്ര ആൾക്കാരോട് വെയിറ്റിംഗ് ഉണ്ട്, നിങ്ങൾ അതിൻ്റെ പിന്നിലേ വരുള്ളൂ. എത്ര ഏജൻസി എത്ര കൊമ്പത്ത് മറ്റവരാണെന്ന് പറഞ്ഞാലും. പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ രാജ്യത്തേക്കും അത്ര വരുത്ത ആൾക്കാർ ഓരോ വർഷം കയറുന്നുണ്ട്. അത്ര വരുത്തല്ല, ആയിരം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്കും അതേപോലെ തന്നെ ബാക്കി രാജ്യങ്ങളിലേക്കും ഒക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ റൂൾസ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കാനഡയിലെ റൂൾസ് മാറിയിരിക്കുന്ന പോലെ, UK റൂൾസ് മാറുന്ന പോലെ യൂറോപ്പിലെ റൂൾസും എപ്പോൾ വേണേലും മാറുന്നില്ല എന്നല്ല, ഇപ്പോഴേ മാറുന്നുണ്ട്. എത്ര പേർക്ക് പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ എത്ര ശതമാനം വിസ ഇപ്പോൾ അടിച്ച് കിട്ടുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ കയറിയ സമയത്ത് ഉള്ളതിനേക്കാൾ വളരെ 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 കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോളണ്ട് ചോദിക്കാൻ മതി. അതേപോലെ തന്നെ നഴ്സിങ്ങിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് പറയാറുള്ളതാണ്. പോളണ്ടിലേക്ക് നഴ്സിങ്ങിന് വരാൻ വേണ്ടി പഠിക്കാൻ വരണമെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ഇടയ്ക്കിങ്ങനൊക്കെ ഒന്ന് ചോദിക്കും. ഇടയ്ക്കല്ല, ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് 2-3 പേരെങ്കിലും ചോദിക്കാറുണ്ട്. ഞാൻ പോളണ്ടിൽ ആദ്യം തൊട്ട് പറയുന്ന പോലെ നഴ്സിംഗ് പോളണ്ടിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒന്നല്ല നാട്ടിൽ പഠിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പഠിക്കുക. യൂറോപ്പിൽ പഠിച്ചോ നിങ്ങൾക്ക് കാശ് പറയണമെങ്കിൽ. അതല്ലാതെ ഇപ്പോൾ മുന്നിൽ ലാറ്റ്വിയയിൽ ലിത്വാനിയയിലൊക്കെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. അതേപോലെ ഞാൻ നിങ്ങളെ കുറച്ച് രസകരമായ എൻ്റെ ഒരു വീക്കെൻഡിലെ പരിപാടികൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ജാനുവരി 10. ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ജാനുവരി 11 ഇപ്പോൾ ജാനുവരി 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ തുടങ്ങേണ്ട ദിവസമാണ്. അതെ, ജാനുവരി 11, 12 എനിക്ക് ജോലിയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ പൊതുവെ എനിക്ക് ഒരു 3-4 ദിവസത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പാക്ക് ചെയ്യാൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. സെറ്റ് ചെയ്ത് പരിപാടികളാണ് ഞാൻ ചെയ്യാറുള്ളത് വർഷങ്ങളായിട്ട്. കാരണം ശനി ഞായറും ഞാനൊരു 12 അല്ലെങ്കിൽ 14 മണിക്കൂറൊക്കെ ജോലിക്ക് പോകാറുണ്ട്. വേറെ ദിവസങ്ങളൊന്നും പോകാൻ നേരം കിട്ടാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അത് എന്തൊക്കെയാണ് ഞാൻ പതിവ് ചെയ്യാറുള്ളത്, എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാറാണ് പതിവ്. ഈ ആഴ്ചത്തെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുണ്ട്. അതേപോലെ ഇപ്പോൾ മിക്ക സ്റ്റുഡൻസിനും പരീക്ഷയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ട്. സെമസ്റ്റർ പരീക്ഷ, എനിക്കും സെമസ്റ്റർ പരീക്ഷയാണ്. ഇത് ജാനുവരി 18 നിന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജാനുവരി 18 തൊട്ട് ഫെബ്രുവരി 14 വരെ പരീക്ഷയുണ്ട്. അറൗണ്ട് ഒരു 14 പരീക്ഷയും കണ്ടുണ്ട്. അതെ, അത്രയൊക്കെ ഉള്ളൂ. ഇനി ഫുഡിൻ്റെ കാര്യങ്ങളെ കുറിച്ച് കാണിച്ചാൽ എന്താണ് നമ്മുടെ സ്പെഷ്യൽ എന്നുള്ളത്. അപ്പോൾ കമോൺ. പിന്നെ എൻ്റെ ട്രൈപോഡ് ഉണ്ടായിരുന്നു, ഒടിഞ്ഞു പോയിട്ട്. അത് ഞാൻ എന്താ പറ്റിയെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ കെറ്റിലിൻ്റെ മുകളിൽ എൻ്റെ പാഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഗിംബൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണേ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കിടിലൻ ചിക്കൻ ആട്ടോ, ഓ മൈ ഗോഡ്. അതേപോലെ തന്നെ സോയാബീൻ ഉണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയതാണ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ. ഇത് എവിടെ നിന്ന് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔഷനിൽ നിന്ന് മേടിച്ചതാണ്. ഔഷനിൽ നിന്ന് കിലോയ്ക്ക് 33 സ്ലോട്ടി. പക്ഷേ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ 40+ അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചു. ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയണം. ചിക്കനൊക്കെ കൂടി വയലുള്ളതിൻ്റെ പേരിൽ നല്ല ടേസ്റ്റ്. ഇത് 2 ദിവസത്തേക്കായിട്ട് പാക്ക് ചെയ്യും. ചോറ് ആണ് ഒപ്പം ഉണ്ടാക്കുക. ചോറെന്ന് പറയുന്നത് നമ്മുടെ മട്ടരിയാണ്. അപ്പം അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു പിടി ഞാൻ പിടിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇനി എന്തെങ്കിലും നല്ലൊരു സംഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ശരി, ബൈ.